പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുമായി ബന്ധപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ അതൃപ്തി പ്രകടിപ്പിച്ച് CPM നേതാക്കൾ. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലായിരുന്നു ED കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ മാന്യമായി ബിസിനസ് ചെയ്യുന്നവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി പുകമറ സൃഷ്ടിക്കാനാണ് ED ശ്രമിച്ചത് എന്നാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. EDയുടെ റെയ്ഡിനെ തുടർന്ന് പേടിച്ചോടില്ലെന്നും തല പോയാലും BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നുമാണ് MLA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. കൂടാതെ റെയ്ഡിൽ നിയമവിരുദ്ധമായി ഒന്നും കണ്ടെടുക്കാൻ EDക്കായിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു. ഒന്നും ഒളിപ്പിച്ചു വെച്ചല്ല വീണ കമ്പനി തുടങ്ങിയതെന്നും റിയാസ് എടുത്തു പറഞ്ഞു. വിഷയം രാഷ്ട്രീയമായി നേരിടാനാണ് പാർട്ടിയും താനും തീരുമാനിച്ചിരിക്കുന്നതെന്നും റിയാസ് അറിയിച്ചു. ഈ വീണ കരാർ പ്രകാരം സേവനം നൽകി അക്കൗണ്ടിലൂടെ പണം വാങ്ങിയ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതിനോട് പൊതുവെ നിയമപരമായി നേരിടാനുള്ള തീരുമാനം കൈക്കൊണ്ടതിന്റെ ഭാഗമായി പ്രതികരിച്ചിട്ടില്ല. കാരണം നിയമപരമായി നേരിടുന്ന ഒരു വിഷയത്തിൽ കയറി ഓരോ കാര്യങ്ങളിലും ഓരോ വരുന്ന വാർത്തകളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല നമുക്കറിയാം. അതുകൊണ്ട് പ്രതികരിച്ചിരുന്നില്ല. അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയ പണം സേവനം നൽകിയെന്ന് നൽകിയവരും പറഞ്ഞു, സേവനം കൊടുത്തവരും പറഞ്ഞൊരു വിഷയത്തിൽ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം റെയ്ഡുകൾ നടന്നു. ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. ആ റെയ്ഡിന്റെ സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റെയ്ഡിന്റെ സമയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ഉള്ളോട്ട് കൊണ്ടുപോയപ്പോൾ അതാ നോട്ടുകൾ പിടിച്ചു കിട്ടി. നോട്ടെണ്ണുന്ന മെഷീനാണത് എന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ഒരു നിയമവിരുദ്ധമായ ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലൈക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനമാണ്. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവര് ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ പിന്നീട് നടന്നു. ഒരുപാട് അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചു. ഞാൻ അതിന് ഓരോന്നിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം ED നടപടികൾ രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചത്. BJPയും സംഘപരിവാർ വിഭാഗങ്ങളും വലിയ രീതിയിലുള്ള കൊള്ള നടത്തുമ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കാത്ത ED ഇപ്പോൾ പാർട്ടിക്കെതിരായി റെയ്ഡ് സംഘടിപ്പിക്കുകയാണ്. അന്വേഷണം PA മുഹമ്മദ് റിയാസിലേക്ക് എത്തിച്ച് CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമം. ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും. CPMനെ കടന്നാക്രമിക്കാനാണ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡ് ചെയ്യുന്നത്. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാരിൽ പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്തുവാനുമാണ് ശ്രമമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. റിയാസുമായി പരിചയമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം കോഴിക്കോട് തന്നെ 9 പേരെയാണ് റെയ്ഡ് ചെയ്തത്. ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ ഒരു വസ്തുതയുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി നേരിടുക എന്നതാണ് നിലപാട്. കേരളത്തിലെ CPMനെതിരായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ED ഉൾപ്പെടെയുള്ളവർ കടുത്ത കടന്നാക്രമണമാണ് നടത്തുന്നത്. പാർട്ടി വിരുദ്ധ ശക്തിയുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിട്ട് ED സ്ഥാനം നേടുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കേസ് CPMനെ ലക്ഷ്യമിട്ടാൽ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.